പാലക്കാട് ഒറ്റപ്പാലത്ത് ദമ്പതികൾ വെട്ടേറ്റ് മരിച്ച സംഭവത്തിൽ ബന്ധുവായ യുവാവ് പിടിയിൽ. ദമ്പതികളുടെ വളർത്തുമകളുടെ ഭർത്താവ് റാഫിയാണ് പിടിയിലായത്. നാലകത്ത് നസീർ, ഭാര്യ സുഹറ എന്നിവരാണ് വെട്ടേറ്റ് കൊല്ലപ്പെട്ടത്. ആയിഷത്തുൽ ഷംന പാലക്കാട് ചെയ്യുന്നു. ഷംന, മരുമകനാണ് ഈ ക്രൂരകൃത്യം നടത്തിയത്. എന്തായിരുന്നു പ്രകോപനം? ഇപ്പോൾ ഇയാൾ കസ്റ്റഡിയിലാണ്. എന്താണ് വിശദാംശങ്ങൾ? ഇന്നലെ അർദ്ധരാത്രിയാണ് ഈ നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകം സംഭവിക്കുന്നത്. ഈ കൊല്ലപ്പെട്ട നസീറും സുഹറയും വളരെ ചെറുപ്പത്തിൽ തന്നെ 2 മാസം പ്രായമുള്ളപ്പോഴാണ് സുൽഫിയത്തിനെ വളർത്തു മകളായി വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷം പിന്നീട് ഈ ബന്ധു തന്നെയാണ്, ഈ മരുമകനായ റാഫി ഇവരുടെ ബന്ധു തന്നെയാണ്. പിന്നീട് ഇവർ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ് ഈ അടുത്ത കാലത്ത് 5 മാസങ്ങൾക്ക് മുൻപാണ് ഈ മരുമകൻ ലഹരിക്കടിമയാണെന്ന് ഈ കുടുംബം കണ്ടെത്തുന്നത്. ഇതേ തുടർന്ന് ഇയാൾക്കെതിരെ നിരന്തരം കേസുകൾ ഉള്ളതായും ഈ കുടുംബം പിന്നീട് അറിയുകയുണ്ടായി. ഇതോടുകൂടിയാണ് ഈ കുടുംബം സുൽഫിയത്തിനെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്, വാണിയംകുളത്തുള്ള വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ ഈ ഇരുവരും തമ്മിലുള്ള വിവാഹമോചനത്തിന്റെ കേസ് കോടതിയിൽ നിലനിൽക്കുകയാണ്. ഈ സമയത്ത് ഇരുവരുടെയും 4 വയസ്സുള്ള മകന്റെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളൊക്കെ നിലനിന്നിരുന്നു. കുട്ടിയെ 5 ദിവസം സുൽഫിയത്തിന്റെ കൂടെയും 2 ദിവസം റാഫിയുടെ കൂടെയും നിർത്തണമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ കുടുംബ കോടതിയിൽ നിന്നും വിധി ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ഈ കുട്ടിയെ കൊണ്ടുപോയ റാഫി തിരികെ സുൽഫിയത്തിന് നൽകാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് കുട്ടിയെ ഇനി തിരികെ കുട്ടിയെ ഇടക്കാലത്തേക്കെങ്കിലും കുട്ടിയുടെ കാര്യത്തിൽ ഇനി തുടർ നടപടികൾ വേണ്ടെന്ന് കോടതി വിധി വരുന്നത്. പക്ഷെ ഇതിലുണ്ടായ തർക്കമാണ് ഈ ക്രൂര കൃത്യത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. ഈ കുട്ടിയെ കാണാൻ വേണ്ടിയാണ് റാഫി ഇന്നലെ രാത്രി 10 മണിയോടുകൂടി ഇവരുടെ വീട്ടിലെത്തുന്നത്. പിന്നീട് കുട്ടിയെ നിർബന്ധിച്ച് എടുത്തു കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ സുഹറയും നസീറും ചേർന്ന് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ പ്രതി കയ്യിൽ കരുതിയ ആയുധങ്ങളുമായി ഇവരെ ആക്രമിച്ച് കൊല്ലുന്നത്. തുടർന്ന് ഈ കുട്ടിക്കും അക്രമത്തിൽ പരിക്കു പറ്റിയിട്ടുണ്ട്, ഗുരുതരമായി തന്നെ പരിക്കു പറ്റിയിട്ടുണ്ട്. കുട്ടിയെ എടുത്ത് അതിനുശേഷം സുൽഫത്ത് ഓടിപ്പോകുന്ന രക്ഷപ്പെട്ട് ഓടുമ്പോഴാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നതും തുടർന്ന് നാട്ടുകാരെത്തി പോലീസിൽ വിവരം അറിയിക്കുന്നതും. സുഹൈൽ, കുഞ്ഞിനെ കാണാനെത്തിയതാണ്. അതിനെ തുടർന്നുണ്ടായ തർക്കത്തിലാണ് നരാധമൻ 2 പേരെ നിർദാക്ഷിണ്യം കൊന്നില്ലാതാക്കിയത്. സംഭവത്തിൽ കൈതരമ്പ് മുറിച്ച് ഇപ്പോൾ ചികിത്സയുള്ള റാഫിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.